أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب وأولئك يتوب الله عليهم وكان الله عليما حكيما. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമളാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും ശുദ്ധീകരിച്ച് മനുഷ്യൻ എന്ന തലത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വളർത്തിക്കൊണ്ട് വരികയാണ്. നമുക്കിടയിൽ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്. അതിൽ ചിലത് പൈശാചികമായ ഭാവങ്ങളാണ്. പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പിശാചിന് മാത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ, ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുമ്പോൾ അവൻ്റെ പേര് ശൈത്വാനീയത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ വിളികൾ വരാറുണ്ട്, എടാ ശൈത്വാനെ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെല്ലാം പൈശാചികമായ പ്രവർത്തനങ്ങളാണ്. മനുഷ്യർക്കിടയിൽ പരസ്പരം ഭിന്നതയുണ്ടാക്കൽ, അതുപോലെ തന്നെ അനാവശ്യമായ വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള തർക്ക വിതർക്കങ്ങൾ, ഏഷണിയും പരദൂഷണവും പോലെയുള്ള ഇസ്ലാം വിരോധിച്ച തിന്മകൾ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം പൈശാചികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മദ്യം, ചൂതാട്ടം, പലിശ പോലെയുള്ള പ്രവർത്തനങ്ങളെയും ഖുർആൻ പഠിപ്പിക്കുന്നത് റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് ശൈത്വാനിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ പൈശാചികമായ പ്രവർത്തനത്തിൽ നിന്ന് മനുഷ്യൻ എന്ന തലത്തിലേക്ക് അവൻ വരേണ്ടതുണ്ട്. മറ്റൊന്ന് മൃഗീയമായ ഭാവമാണ്. ആ ഒരു ഭാവത്തിലേക്ക് മനുഷ്യൻ വരുമ്പോൾ ആളുകൾ വിളിക്കുന്ന പേരാണ് ഹയവാൻ. എടാ ഹയവാനെ എന്ന് വിളിക്കുന്നുവെങ്കിൽ അതൊരു മൃഗീയ പ്രവർത്തനത്തിലേക്ക് അവൻ്റെ ഭാവം മാറുമ്പോഴാണ്. അപ്പം നമ്മൾ പിശാചുക്കളല്ല, നമ്മൾ മൃഗങ്ങളുമല്ല. അവർക്ക് അവരുടേതായ ലോകമുണ്ട്, അവരുടേതായ പ്രവർത്തന മേഖലകളുണ്ട്. അതിൽ നിന്ന് ഇസ്ലാം വിളിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ ഒരവസ്ഥയിലേക്കാണ്. ആ അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. ഈ ആരാധനാ കർമ്മങ്ങളിലൂടെ അവൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രക്രിയകൾ. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ, 5 നേരത്തെ നമസ്കാരങ്ങൾ, അൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരേക്കും, റമളാൻ ഇലൽ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരേക്കും, കഫാറത്തുൽ ലിമാ ബൈനഹുമാ, അവർക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുകയാണ്. മനുഷ്യൻ എന്ന നിലക്ക് അവൻ്റെ മാനസിക തലങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് പലതിലേക്കും കറങ്ങി നടക്കുന്നൊരവസ്ഥയുണ്ടാകും. അതിൽ നിന്ന് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ തെറ്റിൽ നിന്ന് മടങ്ങി ഖേദിച്ചു മടങ്ങുക എന്നതിന് അറബിയിൽ പറയുന്ന വാക്കാണ് തൗബ, ഖേദിച്ചു മടങ്ങുക എന്ന്. അങ്ങനെ മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പശ്ചാത്താപം കൊടുക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 17-18 ആയത്തുകൾ നമ്മളൊന്നിരുന്ന് വായിച്ച് മനസ്സിലാക്കി പോകേണ്ട വചനങ്ങളാണ്. പ്രത്യേകിച്ചും പശ്ചാത്താപത്തിന് വേണ്ടി കരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം.
അപ്പൊ യാന്ത്രികമായ പ്രാർത്ഥനകളായിട്ട് ആമീൻ പറഞ്ഞു പോകുന്നു എന്നതല്ലാതെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. നമസ്കാരം കഴിഞ്ഞ് അവസാനമാകുമ്പോഴേക്കും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. റബ്ബി ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പക്ഷെ ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിലേ അതിന് പ്രയോജനമുണ്ടാകുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമത് തൗബ, തീർച്ചയായും തൗബ, പശ്ചാത്താപം സ്വീകരിക്കൽ, അലല്ലാഹ്, അള്ളാന്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കാൻ ബാധ്യതയുള്ളത്, അള്ളാഹു പശ്ചാത്താപം കൊടുക്കുന്നത് ലില്ലദീന, ഒരു കൂട്ടർക്കാണ്, യഅമലൂന സൂഅ ബിജഹാല, അറിവില്ലായ്മ കൊണ്ട് അവർ തിന്മകൾ പ്രവർത്തിക്കും, അജ്ഞത നിമിത്തം തിന്മകൾ ചെയ്യും. സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനെ തന്നെ അതിൽ നിന്ന് അവർ ഖേദിച്ചു മടങ്ങുകയും ചെയ്യും. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകാവുന്ന തെറ്റുകൾ, ആ തെറ്റിൽ നിന്ന് വേഗത്തിൽ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം നൽകുന്നതാണ്. അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കും. വകാനല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനും ആകുന്നു എന്നാണ്. അപ്പൊ ചെയ്തു പോയ പാവത്തിൽ നിന്ന് വേഗത്തിൽ ഖേദിച്ചു മടങ്ങുക. എല്ലാം കൂടി കൂട്ടി വെച്ച് അവസാനമാകുമ്പോഴേക്കും ഒന്ന് മടങ്ങാമെന്ന് കാത്തിരുന്നാൽ പ്രയോജനം ഉണ്ടാവുകയില്ല. ഇപ്പൊ ചില ആളുകൾ സാമ്പത്തിക ശേഷി കൈവശമുണ്ട്, 4ഉം 5ഉം ഹജ്ജ് ചെയ്യാറുള്ള സ്വത്തുക്കൾ പോലും കയ്യിലുണ്ട്. വയസ്സ് 40ഓ 50ഓ ആകാം, ഹജ്ജിന് പോകാറില്ല. കാരണം പോയി വന്നാൽ പിന്നെ പാപം ചെയ്യാനേ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനെ നീട്ടി പോയി കുറെ കഴിയുമ്പോൾ ചെയ്യാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവസരം ചിലപ്പോൾ ലഭിച്ചു കൊള്ളണം എന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ കൊറോണ കാലഘട്ടത്തിൽ ഉണ്ടായത്. എത്രയോ ആളുകൾ അവസരം നീട്ടി വെച്ച് കാത്തിരുന്ന് അവസാനം പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് സാമ്പത്തിക ശേഷി അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ അയാൾ പ്രായമല്ല നോക്കേണ്ടത്, അയാൾ 5 വർഷത്തിനുള്ളിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക ശേഷി അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാനത്തേക്ക് നീട്ടിവെക്കാൻ പാടില്ല. അവസരം പടച്ചവൻ നൽകുമ്പോൾ ആ സമയത്ത് തന്നെ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുവാൻ തയ്യാറാകണം. ആർക്കാണ് അള്ളാഹു പശ്ചാത്താപം കൊടുക്കാത്തത്? തൊട്ടടുത്ത ആയത്തിൽ നിസായിലെ 18-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു, വലൈസത്തിത് തൗബ, അള്ളാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം നൽകുകയില്ല, ലില്ലദീന, ഒരു കൂട്ടർ, യഅമലൂന സയ്യിആത്ത്, തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഹത്താ ഇദാ ഹളറ അഹദുഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായാൽ, തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മരണത്തിലേക്ക് എത്തുമ്പോഴേക്കും ഖാല, അവൻ പറയുന്നു, ഇന്നീ തുബ്തുൽ ആൻ, ഇപ്പോൾ ഞാൻ പശ്ചാത്താപിച്ചു മടങ്ങുന്നു. മരണമാകുമ്പോഴേക്കും പശ്ചാത്താപത്തിലേക്ക് പോയാൽ ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയില്ല. വലല്ലദീന യമൂതൂന വഹും കുഫാർ, അതുപോലെ തന്നെ അവിശ്വാസിയായിക്കൊണ്ട് മരിച്ചു പോകുന്ന ഒരു വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം നൽകുകയില്ല. ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമാ, അക്കൂട്ടരായ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്യുകയാണ്. ഒരു ഉദാഹരണമാണ് ഇപ്പോ സൂറത്തുൽ അഅറാഫ് ഓതി. അപ്പൊ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഫറോവയുടെയും ചരിത്രങ്ങളെല്ലാം പറയുന്നുണ്ട്. ആധുനിക ലോകത്ത് നാം അഭിമുഖീകരിക്കുന്ന അതേ അവസ്ഥ ഒരു കാലഘട്ടത്തിൽ മൂസാ നബിയുടെ കാലഘട്ടത്തിലെ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. തൗഹീദ്, മുസ്ലിം ആയതിന്റെ പേരിൽ ഭരണകൂടത്തിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അവിടെ അവസാനം ഒരു പിടുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു. ഫറോവ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ആ സമയത്ത്
ഫറോവ പറഞ്ഞു, ഖാല ആമൻതു ബിറബ്ബി ഹാറൂന വ മൂസ, മൂസാന്റെ ഹാറൂനിന്റെ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആ മരണത്തിന്റെ സമയത്ത് ഫറോവ പറഞ്ഞു. പടച്ചോൻ പറഞ്ഞു, ഈ സമയത്ത് നിന്റെ പശ്ചാത്താപം നാം സ്വീകരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ എന്നത് നമ്മുടെ പക്കലുള്ള കാര്യമില്ല, നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. പാപമായിട്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളവയെല്ലാം കഴുകി തുടച്ച് വേണം ഒരു വിശ്വാസി അവൻ്റെ രാത്രിയിലേക്ക് പോകാൻ. പ്രഭാതമാകുമ്പോഴേക്കും ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾ എല്ലാവരും മനസ്സിലാക്കിയത്, പഠിപ്പിച്ചു കൊടുത്തത്. ഇദാ അസ്ബഹത ഫലാ തംതനിൽ മസാ, പ്രഭാതമായാൽ പ്രദോഷത്തെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇദാ അംസൈത ഫലാ തംതനിൽ സബാഹ്, വൈകുന്നേരമായാൽ പ്രഭാതത്തെയും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. വഈദം മിനദ് ദുനിയ ഖരീബൻ ഇലൽ ഖബർ, വഈദം മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് നീ അകന്നുകൊണ്ടേയിരിക്കുന്നു. ഖരീബൻ ഇലൽ ഖബർ, ഖബറിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും കൂടെയുള്ള അറിയുന്നവരും അറിയാത്തവരുമായ പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസി എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അതിമഹത്തായ അവസരങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഫർള് നമസ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് ദ്രുതഗതിയിലേക്ക് പോകുന്നൊരവസ്ഥയിൽ നിന്നൊക്കെ മാറി ഒരല്പസമയം ശാന്തമായിരുന്നു പടച്ച റബ്ബിനോടത് ഏറ്റുപറയലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ വിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതിലൊന്ന് വറജുൽ സക്കറഹുല്ലാഹു ഖാലിയൻ വഫാലത്തു ഐനാ, ഒരു മനുഷ്യൻ സക്കറഹുല്ലാഹു ഖാലിയൻ, ഒറ്റക്കിരുന്നു കൊണ്ടവൻ അള്ളാഹുവിനെ ഓർക്കുകയാണ്. വഫാലത്തു ഐനാഹു, എന്നിട്ട് അതിൽ നിന്ന് അത് ഓർത്ത് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴും. കൂട്ടത്തിലാകുമ്പോൾ ഒന്നിച്ചുള്ള കരച്ചിലിൽ കൂടെ കരയാനൊക്കെ പലപ്പോഴും എളുപ്പമാണ്. പക്ഷെ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്തിട്ട് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരു വിശ്വാസി അർശിന്റെ തണൽ ലഭിക്കും. കാരണം പടച്ചവരെ കുറിച്ചുള്ള ഓർമ്മയാണ്, പരലോക ചിന്തയാണ്, മരണചിന്തയാണ് അവന്റെ മനസ്സിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിഷ്കളങ്കമായ മനസ്സുമായിട്ടാണ് റമളാനിനെ നാം കാണേണ്ടതും. വിലപ്പെട്ട സമയങ്ങളാണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും, വിലപ്പെട്ട സമയങ്ങളാണ് കൂടെയുണ്ടാകുന്നതും. പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് നമുക്കാർക്കും ഉറപ്പു പറയാത്ത ഒരു ലോകമാണ് നമ്മുടേത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചു മടങ്ങുക. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചു മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ പശ്ചാത്താപം സ്വീകരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിന്റെ എല്ലാവിധ സൽക്കർമ്മങ്ങളിലും നാം പങ്കാളികളാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടത് തുത്ഇമുത്ത്അം, വിശക്കുന്നവന് ആഹാരം നൽകുക എന്നതാണ്. സമാധാനപൂർണമായ സ്വർഗപ്രവേശനത്തിന് പ്രവാചകൻ നിശ്ചയിച്ചതിൽ പെട്ട ഒന്ന് വിശക്കുന്നവന് ആഹാരം നൽകുക. റമളാൻ മാസം നോമ്പ് പിടിച്ചൊരു സഹോദരൻ ആ നോമ്പ് തുറക്കുന്നത് തൻ്റെ ഒരു സമ്പത്ത് കൊണ്ടാണ് എങ്കിൽ ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനമാണ്. പള്ളി കേന്ദ്രീകരിച്ച് സാമൂഹികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും കൂടി സഹകരണത്തോടു കൂടിയാണ്. വ്യത്യസ്തമായ സാമ്പത്തിക ശേഷിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. റമളാൻ എന്ന അവസരത്തെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു ദിവസത്തേക്ക് 6000 അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പടച്ചവൻ എനിക്ക് എന്താണോ നൽകിയത് അത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം ഭൗതികമായ വരുമാന മാർഗങ്ങളോ മറ്റോ ഒന്നുമില്ലാത്ത എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഭവനമാണ് നമ്മുടെ ഈ പള്ളി. ഒരുപാട് ആൾക്കാരുടെ ശാരീരികവും സാമ്പത്തികവുമായ അധ്വാനങ്ങൾ കൊണ്ടാണ് പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അവർക്കെല്ലാം അല്ലാഹു ഇഹത്തിലും പരത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിന് ഒരു കുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തുകയില്ല. മറിച്ച് ലൈഫൈൻ, അല്ലാഹു പറഞ്ഞു, നാം അവർക്ക് ഇരട്ടി ഇരട്ടിയായി കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ബുഖലിൽ നിന്ന്, പടച്ചവൻ നൽകിയിട്ടും കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്
ബഖീലത്ത്, ബുഖ്ലി എന്നാണ് പറയുക, പിശുക്കെന്നാണ് പറയുക. അതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൽക്കർമ്മങ്ങളിൽ അങ്ങേറ്റം ആത്മാർത്ഥമായി നാം മുന്നിട്ടിറങ്ങുകയും അള്ളാഹിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിൽ ഭാഗവാക്കാവുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സംഭവിച്ചു പോകുന്ന എല്ലാവരുടെ തെറ്റുകുറ്റങ്ങളിലും അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിന്റെ മഹത്വം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ